2026 പ്രതീക്ഷ തരുന്ന മലയാള സിനിമകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിലെ കുറേ സിനിമകളുടെ നിർമ്മാണ പങ്കാളിത്തത്തിൽ ബോളിവുഡിൽ നിന്നൊക്കെയുള്ള കമ്പനികൾ ഭാഗമാകുന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. പലരും കമന്റുകളിൽ അതൊരു നല്ല ലക്ഷണമാണ്, കാര്യങ്ങളൊക്കെ നന്നാവട്ടെ എന്ന രീതിയിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കോർപ്പറേറ്റുകൾ മലയാളത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണോ? കോർപ്പറേറ്റുകൾ മലയാളത്തിലേക്ക് വരുന്നത് മലയാള സിനിമയ്ക്ക് ഏത് രീതിയിലാണ് നല്ലതാവുന്നത്? കോർപ്പറേറ്റ് ചട്ടക്കൂടുകൾ വരുമ്പോൾ നിലവിലെ മലയാള സിനിമയുടെ ഒരു പ്രവർത്തന രീതിയിൽ എന്ത് തരത്തിലുള്ള തടസ്സങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്? ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഈ വീഡിയോയ്ക്കുള്ളത്. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. കോർപ്പറേറ്റുകൾ മലയാളത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യം അത് സംഭവിച്ചത് സുരേഷ് ഗോപി നായകനായിട്ടുള്ള യുവ തുർക്കി എന്ന സിനിമയിലാണ്. സാക്ഷാൽ അമിതാഭ് ബച്ചൻ നേതൃത്വം കൊടുക്കുന്ന ABC ലിമിറ്റഡ് എന്ന കമ്പനി മലയാളത്തിൽ നിർമ്മിച്ച പടമായിരുന്നു അത്. GP വിജയകുമാർ നേതൃത്വം കൊടുക്കുന്ന 7 ആർട്സ് പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടായിരുന്നു അമിതാഭ് ബച്ചൻ ആ സിനിമ ഇവിടെ നിർമ്മിച്ചത്. ആ സിനിമ വന്നത് 1996 അതിനുശേഷം മലയാള സിനിമയിലേക്ക് നിർമ്മാണത്തിൽ പങ്കാളിയായിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനി വരുന്നത് 2019 ഇത്തവണ കുറച്ചുകൂടെ ഗ്ലോബൽ ആയിട്ടുള്ള ബ്രാൻഡാണ് വന്നത്. ഓഗസ്റ്റ് സിനിമാസിൽ നിന്നും ഇറങ്ങിയ പൃഥ്വിരാജ് സുകുമാരൻ സ്വന്തമായി തുടങ്ങിയ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയുടെ ആദ്യത്തെ നിർമ്മാണ സംരംഭമായ 9 എന്ന സിനിമയിൽ സഹനിർമ്മാതാക്കളായിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് സാക്ഷാൽ സോണി പിക്ചേഴ്സിനെ ആയിരുന്നു. അതിനുശേഷം മലയാളത്തിലേക്ക് വന്ന പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയുന്നത് യോഡ്ലി ഫിലിംസ് ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിക് ലേബലായിട്ടുള്ള സാരേഗാമയുടെ സിനിമാ നിർമ്മാണ വിഭാഗമാണ് യോഡ്ലി. സണ്ണി വൈൻ പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നുകൊണ്ട് നിവിൻ പോളി നായകനായ പടവെട്ട്, തിയേറ്റർ ഓഫ് ഡ്രീംസ്, ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ എന്നിവരുമായിട്ട് ചേർന്നിട്ട് പൃഥ്വിരാജും ആസിഫ് അലിയും അപർണ ബാലമുരളിയും ഒക്കെ അഭിനയിച്ച കാപ്പ, മുഖാരി എന്റർടൈൻമെന്റ്സുമായിട്ട് ചേർന്ന് നിർമ്മിച്ച ആസിഫ് അലി സിനിമയായിട്ടുള്ള കാസർഗോൾഡ്, ഷിബു ബേബി ജോണിന്റെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സുമായിട്ട് ചേർന്ന് നിർമ്മിച്ച മോഹൻലാൽ സിനിമയായ മലൈക്കോട്ടൈ വാലിബൻ, ജീത്തു ജോസഫിന്റെ ബെഡ് ടൈം സ്റ്റോറീസുമായിട്ട് ചേർന്ന് നിർമ്മിച്ച നുണക്കുഴി, തിയേറ്റർ ഓഫ് ഡ്രീംസുമായിട്ട് ചേർന്നുകൊണ്ട് നിർമ്മിച്ച സിനിമകളായിട്ടുള്ള ടോവിനോ തോമസ് നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും, മമ്മൂട്ടി ചിത്രമായ ബസൂക്ക എന്നിവയായിരുന്നു യോഡ്ലി മലയാളത്തിൽ നിർമ്മിച്ച സിനിമകൾ. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട മികച്ച സിനിമകളിൽ ഒന്നായിരുന്ന റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ എന്നിവർ അഭിനയിച്ച ഷാഹി കബീർ സിനിമയായിട്ടുള്ള റോന്ത് നിർമ്മിച്ചത് ഹിന്ദിയിലെ ഒരു പ്രമുഖ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ജംഗ്ലി പിക്ചേഴ്സ് ആയിരുന്നു. ഫെസ്റ്റിവൽ സിനിമാസ് എന്ന ഇവിടത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് അവർ റോന്ത് നിർമ്മിച്ചത്. ദുൽഖർ സൽമാൻ നിർമ്മിച്ച കിങ് ഓഫ് കൊത്തയിൽ സി സ്റ്റുഡിയോസും നിർമ്മാണ പങ്കാളികളായിരുന്നു. കോർപ്പറേറ്റ് കമ്പനികളുടെ പൊതുവായൊരു വർക്കിംഗ് രീതി ലോക്കലായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് ചേർന്ന് സിനിമ നിർമ്മിക്കുക എന്നതാണ് എന്ന് ഞാൻ പറഞ്ഞ വിവരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടാകും. സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുവരവിൽ പൊതുവെ ഈ ഒരു രീതി തന്നെയാണ് അവർ പിന്തുടരുന്നത്. മലയാളത്തിലേക്ക് വരാഞ്ഞ ഒരു പ്രമുഖ കോർപ്പറേറ്റ് നിർമ്മാണ കമ്പനിയായിരുന്നു ഫോക്സ് സ്റ്റാർ സ്റ്റുഡിയോസ്. എങ്കേയും എപ്പോതും, വാത്തിക്കുച്ചി, രാജാറാണി, 10 റംഗൂൺ മുതലായ സിനിമകൾ അവർ AR മുരുകദോസിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് തമിഴിൽ നിർമ്മിച്ചത്. സംഗിലി ബംഗിലി കഥവ് തുറ എന്നൊരു പടം A4 ആപ്പിൾ പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചതിന്റെ ഒരു കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ നിർമ്മാണ കമ്പനിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പനോരമ സ്റ്റുഡിയോസ് എന്നാണ് കമ്പനിയുടെ പേര്. കുറച്ചു കാലമായിട്ടുള്ള കമ്പനിയാണെങ്കിലും ഇവരെക്കുറിച്ച് ഈ അടുത്ത് മലയാളികൾ ആദ്യം കേൾക്കുന്നത് ദൃശ്യത്തിന്റെ 3-ാം ഭാഗം അനൗൺസ് ചെയ്യപ്പെട്ടപ്പോഴാണ്. ദൃശ്യം സിനിമയുടെ 1ഉം 2ഉം ഭാഗങ്ങൾ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിട്ടുള്ളത് പനോരമ സ്റ്റുഡിയോസ് ആണ്. മലയാളത്തിൽ ദൃശ്യം 3-ാം ഭാഗം വരുന്നതിന് മുന്നേ ഹിന്ദിയിൽ വരും എന്നൊരു വാർത്ത വന്നിരുന്നു. അതിനുശേഷം 2 സിനിമകളും ഒരുമിച്ചിറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മലയാളം ദൃശ്യം 3 ഷൂട്ടിംഗ് ഏതാണ്ട് പൂർത്തിയായപ്പോൾ ആ സിനിമയുടെ തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ വലിയൊരു തുകയ്ക്ക് വാങ്ങിക്കൊണ്ട് പനോരമ സ്റ്റുഡിയോസ് വീണ്ടും വാർത്തകളിൽ ഇടം നേടി. വലതുവശത്തെ കള്ളന്റെ പ്രൊമോഷന്റെ സമയത്ത് പല സ്ഥലത്തും ജീത്തു ജോസഫ് പനോരമ സ്റ്റുഡിയോസ് കൊടുത്ത ഓഫറിനെ പറ്റി സംസാരിച്ചിരുന്നു. ദൃശ്യം വഴിയാണോ മലയാള സിനിമയിലേക്ക് പനോരമ സ്റ്റുഡിയോസ് വരുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നായിരിക്കും ഉത്തരം. കാരണം അവരുടെ ആദ്യത്തെ മലയാളം സിനിമ എന്ന് പറയുന്നത് 2025 പുറത്തു വന്ന ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ആന്റണി വർഗീസ് സിനിമയായിട്ടുള്ള ദാവീദാണ്. മലയാളം ദൃശ്യം 3യുടെ റൈറ്റുകൾ വാങ്ങുന്നതിൽ തുടങ്ങിയ പനോരമ സ്റ്റുഡിയോസിന്റെ ഇനി അങ്ങോട്ടുള്ള പ്ലാനുകളിൽ ഒരുപാട് മലയാളം സിനിമകൾ വരുന്നുണ്ട്. ഇതിലേറെക്കുറെ എല്ലാത്തിലും പനോരമയോടൊപ്പം ഇന്ത്യയിലെ മറ്റൊരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള T സീരീസും ഉണ്ട്. ഇതിൽ ഭൂരിഭാഗം സിനിമകളിലും ഓൾറെഡി ചിത്രീകരണം കഴിഞ്ഞതോ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ സിനിമകളിലേക്ക് അവർ നിർമ്മാണ പങ്കാളികളായിട്ട് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത് ഫെബ്രുവരി 6 ഇറങ്ങിയ ഭാവന, റഹ്മാൻ മുതലായവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അനോമി എന്ന സിനിമയാണ്. ബ്ലിറ്റ്സ് ക്രീഗ് ഫിലിംസ്, APK സിനിമ എന്നീ ബാനറുകളുടെ കീഴിൽ അനൗൺസ് ചെയ്യപ്പെട്ട അനോമിയിലേക്ക് പിന്നീട് പനോരമ സ്റ്റുഡിയോസ്, T സീരീസ് എന്നിവർ ഭാഗമാവുകയായിരുന്നു. ഇതുപോലെ പ്രൊഡക്ഷനിലേക്ക് അവർ പിന്നീട് ഭാഗമായ സിനിമയാണ് ആസിഫ് അലി നായകനായ രോഹിത് VS സംവിധാനം ചെയ്യുന്ന ടിക്കി ടാക്ക. സിജു മാത്യു, നവിസ് സേവിയർ എന്നിവരുടെ നിർമ്മാണത്തിൽ അനൗൺസ് ചെയ്യപ്പെട്ട ഈ സിനിമയിലേക്ക്
പിന്നീട് പനോരമ സ്റ്റുഡിയോസും ടി സീരീസും വരികയായിരുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞ പനോരമ സ്റ്റുഡിയോസ് അടക്കം വരുന്ന കമ്പനികളുടെ എല്ലാം റീജിയണൽ സിനിമയിലെ നിർമ്മാണത്തിൽ ലോക്കലായിട്ടുള്ള ഒരു പങ്കാളിത്തം കാണാൻ സാധിക്കും. എന്നാൽ പനോരമ സ്റ്റുഡിയോസും ടി സീരീസും ചേർന്നുകൊണ്ട് ലോക്കൽ നിർമ്മാണ പങ്കാളികൾ ഇല്ലാതെ നിർമ്മിക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ ഈ വർഷം വരുന്നുണ്ട്. ടൈറ്റിൽ പുറത്തുവിട്ടിട്ടില്ലാത്ത ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കുഞ്ചാക്കോ ബോബനാണ്. ഷാഹി കബീർ രചന നിർവഹിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ജോസഫ്, ജോജി, രോമാഞ്ചം, ഉള്ളൊഴുക്ക് മുതലായ സിനിമകളുടെ എഡിറ്ററായിട്ടുള്ള കിരൺ ദാസ് ആണ്. പനോരമ സ്റ്റുഡിയോസ് വലിയ പദ്ധതികളുമായിട്ടാണ് ഈ വർഷം മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത്. ആന്റണി പെരുമ്പാവൂരിനെ ഞെട്ടിച്ച ഓഫർ കൊടുത്തുകൊണ്ട് അവർ ദൃശ്യത്തിന്റെ റൈറ്റുകൾ വാങ്ങുന്നു. അതിനുശേഷം ആസിഫ് അലിയുടെ മൾട്ടി സ്റ്റാർ ബിഗ് ബജറ്റ് സിനിമയിൽ നിർമ്മാണ പങ്കാളികളാവുന്നു. അതുപോലെ നിവിൻ പോളിയുമായിട്ട് ചേർന്നുകൊണ്ട് 100 കോടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പദ്ധതി പ്രഖ്യാപിക്കുന്നു. മലയാളത്തിലുള്ള പ്രമുഖ വിതരണ കമ്പനിയായിട്ടുള്ള സെഞ്ചുറി ഫിലിംസുമായിട്ട് സിനിമകൾ വിതരണം ചെയ്യുന്നതിൽ ഒരു ഡീൽ ഉണ്ടാക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഓവർസീസ് ഫിലിം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഫാൾസ് ഫിലിംസുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു കരാറിലെത്തിയിട്ടുണ്ട്. കോർപ്പറേറ്റുകൾ കലാപരമായ മേഖലയിലേക്ക് വരിക എന്ന് പറയുന്നത് പൊതുവെ അത്ര സ്വീകാര്യത ലഭിക്കുന്ന സംഗതിയല്ല. നിലവിൽ ഇന്ത്യൻ സിനിമ നോക്കുകയാണെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ എല്ലാവരും അഭിനന്ദിക്കുന്നത് മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, മറാഠി മുതലായ ഭാഷകളിലെ സിനിമകളെയാണ്. അവിടെയെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ സിനിമാ നിർമ്മാണത്തെ ഗൗരവമായി കാണുന്ന തദ്ദേശീയരായിട്ടുള്ള നിർമ്മാതാക്കളാണ് ഭൂരിഭാഗം സിനിമകളും നിർമ്മിക്കുന്നത്. ഇതിനു മുന്നേ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ സഹനിർമ്മാതാക്കളായിട്ട് വന്നിട്ടുള്ള യോഡ്ലി ഫിലിംസ് നിലവിൽ ഒരു പ്രൊജക്ടിന്റെയും ഭാഗമല്ല. സോണി പിക്ചേഴ്സ് 9-ന് ശേഷം സൗത്ത് ഇന്ത്യയിൽ തന്നെ ആകെ 2 സിനിമകളിലെ സഹനിർമ്മാതാക്കളായിട്ടുള്ളൂ. മഹേഷ് ബാബുവിനൊപ്പം നിർമ്മിച്ച മേജറും കമലഹാസനൊപ്പം നിർമ്മിച്ച അമരനുമാണ് ആ 2 സിനിമകൾ. പരമ്പരാഗതമായ ഇവിടത്തെ സിനിമ ഉണ്ടാക്കുന്ന രീതിയും കോർപ്പറേറ്റുകൾ നിഷ്കർഷിക്കുന്ന സാമ്പത്തിക അച്ചടക്കവും പലപ്പോഴും ഒത്തുപോകാറില്ല എന്നതാണ് കോർപ്പറേറ്റ് കമ്പനികൾ ഇവിടെ തുടർന്നു പോകാത്തതിന് പ്രധാന കാരണം. എല്ലാത്തിനും 2 വശമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുമുണ്ട് 2 വശം. ഗുണപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ ക്യാൻവാസിൽ വലിയ ബജറ്റിൽ സിനിമ ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഇത്ര കോടി രൂപ വേണമെന്നത് വ്യക്തമായി ആദ്യമേ ഒരു പ്രൊജക്ട് പ്രപ്പോസൽ പോലെ കൊടുക്കാൻ പറ്റിയാൽ അത്രയും പണം തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമ പൂർത്തിയാക്കാൻ ലഭിക്കും. പറഞ്ഞ ബജറ്റിൽ ചെയ്തു തീർക്കുകയാണെങ്കിൽ പടം നിന്നു പോവുക എന്ന കാര്യം സംഭവിക്കില്ല എന്നതാണ് കോർപ്പറേറ്റ് നിർമ്മാതാക്കളുടെ ഒരു അഡ്വാൻറ്റേജ്. എല്ലാത്തിനും വ്യക്തമായ കണക്കുകൾ ഉണ്ടാകും. പ്രൊഡക്ഷൻ കൺട്രോളർ പറ്റിച്ചു, ജൂനിയർ ആർട്ടിസ്റ്റിന് പൈസ കൊടുത്തില്ല, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള പരമ്പരാഗത രീതിയിൽ സിനിമ ചെയ്യുമ്പോഴുള്ള പഴിചാരലുകൾക്ക് ഒരു കുറവുണ്ടാകും. പിന്നെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള IC അടക്കമുള്ള പോഷ് ചട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കപ്പെടും എന്നൊരു ഉറപ്പ് ഇത്തരം കോർപ്പറേറ്റ് സെറ്റപ്പുകളിൽ ഉണ്ടാകും. എല്ലാവരുമായിട്ടും കോൺട്രാക്ട് ഉണ്ടാകും. അതിലെല്ലാം വ്യക്തമായിട്ട് പറയും. പ്രൊമോഷന് പങ്കെടുക്കാതിരുന്നാൽ, സമയത്ത് വരാതെ ഷൂട്ട് നീണ്ടുപോയാൽ അതിന് ഉത്തരവാദിയായവർ ചിലപ്പോൾ കോടതി കയറേണ്ടി വരും. സിമ്പിളായി പറഞ്ഞാൽ അച്ചടക്കം കൂടാൻ നല്ല സാധ്യതയുണ്ട്. സിനിമയ്ക്ക് സാമാന്യം ഒരു വലിയ റിലീസ് എല്ലാ മാർക്കറ്റുകളിലും നേടിയെടുക്കാൻ ഇത്തരം കമ്പനികൾ കൂടെയുള്ളത് സഹായിക്കും. ഇത്തരത്തിലുള്ള കമ്പനികൾ എല്ലാ ഭാഷകളിലുമായിട്ട് സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് നിലവിൽ മലയാളം സിനിമ നേരിടുന്ന OTT പ്രതിസന്ധിയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇത്തരം കമ്പനികളുടെ വരവിലൂടെ സാധിക്കും. ഇനി ഇതിന്റെ ദൂഷ്യവശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ മലയാള സിനിമയുടെ ശീലങ്ങളുമായിട്ട് ഒത്തുപോകാത്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പേപ്പർ വർക്കാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു രീതി വെച്ച് തിരക്കഥ പ്രധാനപ്പെട്ട ആളുകളായ നിർമ്മാതാവിനും നായകനും ഇഷ്ടമായി കഴിഞ്ഞാൽ പടം ഓണാകാൻ അത്ര സമയമൊന്നും വേണ്ട. ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് വരെ ചിലപ്പോൾ സിനിമ ആരംഭിക്കും. എന്നാൽ കോർപ്പറേറ്റ് സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഇതിനെല്ലാം വ്യക്തമായ കരാറുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അങ്ങനെയുള്ള കരാറുകൾ എഴുതി പൂർത്തീകരിച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. പിന്നെ കോർപ്പറേറ്റുകൾക്ക് പലപ്പോഴും റിസ്ക് എടുക്കാൻ അങ്ങേയറ്റത്തെ മടിയുണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കാതൽ എന്ന സിനിമ ഒരുപക്ഷെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ അവതരിപ്പിക്കുമ്പോൾ മതവികാരത്തെ വ്രണപ്പെടുത്തും, അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കില്ല എന്നൊക്കെയുള്ള മുൻവിധികളും മറ്റും അങ്ങനെ ഒരു സിനിമ നടക്കുന്നത് ഇല്ലാതാക്കും. പൊളിറ്റിക്കലി ഒക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരക്കഥയിൽ ഉൾക്കൊള്ളിക്കുന്നതിൽ കോർപ്പറേറ്റ് കമ്പനികൾ തടസ്സം നിന്നേക്കാം. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾ സീരീസുകളൊക്കെ കമ്മീഷൻ ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള ചില ശാഠ്യങ്ങൾ ഉള്ളവരാണ്. അതായത് ഒരു കഥ പറയുമ്പോൾ ബ്രാൻഡുകളുടെ പേരുകൾ പറയാൻ പാടില്ല, ബ്രാൻഡുകളെ കാണിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കും. ജാതിയെക്കുറിച്ച് സംസാരിക്കുക, ഭരണത്തിലുള്ള പാർട്ടികളെ വിമർശിച്ച് സംസാരിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കോർപ്പറേറ്റുകൾ ഒരു തടസ്സമാകാൻ സാധ്യതയുണ്ട്. കല എന്ന് പറയുന്നത് പലപ്പോഴും കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൂടെയാണ്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് പിന്തുണ കൊടുക്കുക എന്നൊരു ധർമ്മം കൂടി സിനിമാ നിർമ്മാണം എന്ന് പറയുന്ന പരിപാടിയിലുണ്ട്. പക്ഷേ കോർപ്പറേറ്റുകൾ പൊതുവെ സ്വീകരിക്കുന്ന പാത സേഫ് ആയിട്ടുള്ള കാര്യം എന്താണോ അത് ചെയ്യുക എന്നതാണ്. ക്രിയേറ്റീവായിട്ട് റിസ്ക് എടുക്കാനുള്ള മനസ്സും അവർക്ക് കുറവാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സംസാരിച്ച പനോരമ സ്റ്റുഡിയോസ് തന്നെ നോക്കുക. അവരുടെ ഹിന്ദി സിനിമകളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ റീമേക്ക് ചെയ്ത സിനിമകളും 1-ാം ഭാഗം ഹിറ്റ് ആയതുകൊണ്ട് 2-3 ഭാഗങ്ങൾ എടുത്ത സിനിമകളും ഒക്കെയാണ് ഭൂരിഭാഗവും നമുക്ക് കാണാൻ സാധിക്കുക. ഓടുന്ന IP എടുത്ത് മാക്സിമം ഊറ്റിപ്പിഴിയുക എന്ന കോർപ്പറേറ്റ് മെന്റാലിറ്റിയാണ് ഒരർത്ഥം
യഥാർത്ഥത്തിൽ ബോളിവുഡ് പോലെ ഒരു ഇൻഡസ്ട്രിക്ക് ഇന്ന് ഈ ഗതി ഉണ്ടാകാൻ കാരണം. പിന്നെ ഫോക്കസ് ഗ്രൂപ്പുകൾ പോലെയുള്ള ഒരു സംഗതിയും കോർപ്പറേറ്റ് നിർമ്മാണ കമ്പനികൾ ചെയ്യും. അതായത് ഒരു സിനിമ പൂർത്തിയായി കഴിഞ്ഞാൽ അവർ വളരെ റാൻഡമായിട്ട് കുറച്ചുപേരെ തിരഞ്ഞെടുത്ത് അവർക്ക് ആ സിനിമ കാണിച്ച് അവരുടെ ഒപ്പീനിയനുകൾ കേട്ടുകൊണ്ട് സംവിധായകനോട് മാറ്റം വരുത്താൻ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇവിടെ കൃഷാന്ത്, അരുൺ ചന്തു മുതലായ സിനിമാ സംവിധായകർ വളരെ യുണീക്ക് ആയിട്ടുള്ള ആശയങ്ങൾ സിനിമയാക്കുന്നവരാണ്. കൺവെൻഷണൽ ആയിട്ടുള്ള സിനിമാ ലാംഗ്വേജിനെ പൊളിക്കാൻ അവരെ പോലെയുള്ള സംവിധായകർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വിഷനുള്ള സംവിധായകൻ അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഏതോ ഒരു 10 പേരുടെ അഭിപ്രായം നോക്കി അയാളോട് ആ 10 പേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിനിമയെ മാറ്റാൻ പറയുമ്പോൾ ഇവോൾവ് ചെയ്യാനുള്ള സിനിമയുടെ അവസരത്തെയാണ് ഇല്ലാതാക്കുന്നത്. നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന പല ക്ലാസിക് സിനിമകളും അതിൻ്റെ സംവിധായകൻ ഉദ്ദേശിച്ച ആശയത്തെ ഏതോ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസർ സാമ്പത്തിക വിജയത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ അല്ലെങ്കിൽ ടെൻഷൻ സംവിധായകന് കൊടുക്കാതെ നിർമ്മിച്ചത് കൊണ്ടുകൂടി സംഭവിച്ചതാണ്. ഭൂരിഭാഗം കോർപ്പറേറ്റ് നിർമ്മാതാക്കളുടെയും കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ആർട്ട് ഫോമിനെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണോ മാർക്കറ്റിൽ ഓടുന്നത് അതിലേക്ക് എത്തിക്കുക എന്ന ലോജിക് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ബോളിവുഡ് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തത തോന്നുന്ന, പടത്തിന്റെ കഥ മുഴുവൻ കാണിക്കാത്ത, സിനിമ കാണാൻ നമുക്കൊരു ആഗ്രഹം തോന്നിക്കുന്ന ഒരു ട്രെയിലർ വന്നിട്ട് കുറെ കാലമായി എന്ന് പറയാം. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കമ്പനികൾ മാർക്കറ്റിംഗ് ഭാഗത്തേക്ക് വരുമ്പോൾ സംവിധായകരെ ഉൾപ്പെടുത്താതെ അവരുടെ ലോജിക്ക് വെച്ച് ട്രെയിലറും ടീസറും ഒക്കെ ഇറക്കി വിടും എന്നതുകൊണ്ടാണ്. ഏതൊക്കെ ഭാഗങ്ങൾ ട്രെയിലറിൽ കാണിക്കണം, എത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കണം, സിനിമ അഗ്രസീവായിട്ട് പ്രൊമോട്ട് ചെയ്യണോ, അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് സിനിമ എത്തുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യണോ എന്നതൊക്കെ സിനിമ ഉണ്ടാക്കിയവരോടും കൂടി കൺസൾട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എല്ലാത്തരം സിനിമകൾക്കും ഒരേതരം ലോജിക് ഉപയോഗിക്കുന്ന, സിനിമ എന്ന ആർട്ട് ഫോമിനെ കാര്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത ആളുകളായിരിക്കും ഇത്തരം കമ്പനികളിൽ ജോലി ചെയ്യുന്നത്. അവർ പ്രൊമോഷൻ മെറ്റീരിയൽ ഉണ്ടാക്കുന്നതും സിനിമയിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെടുന്നതുമെല്ലാം ഇതിന് മുന്നേ ഇറങ്ങി ഓടിയ സിനിമയിൽ വർക്കാകുന്ന സാധനങ്ങൾ ഏതാണ് എന്ന് നോക്കിയിട്ടാണ്. കോർപ്പറേറ്റ് ബിസിനസ് സ്ട്രാറ്റജികൾ പലപ്പോഴും ക്രിയേറ്റീവായിട്ട് സിനിമകളെ നശിപ്പിക്കുന്നതിന്റെ വേറൊരു സ്ഥലം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മ്യൂസിക് ആണ്. ഇപ്പോൾ പല പ്രമുഖ സംഗീത സംവിധായകരും പ്രതിഫലത്തിന് പകരം മ്യൂസിക് റൈറ്റ്സ് അവർക്ക് തന്നാൽ മതി എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇന്ത്യ മൊത്തം ആരാധകർ ഉള്ള തരം സംഗീതം സൃഷ്ടിക്കാൻ പറ്റുന്ന സംഗീത സംവിധായകർ നമുക്കുള്ളതുകൊണ്ട് അവർ വലിയൊരു തുക ചോദിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ടി സീരീസ് ഒക്കെ പോലെയുള്ള മ്യൂസിക് ലേബലുകളിൽ നിന്ന് കോടികൾ ലഭിക്കുന്ന രീതിയിൽ മ്യൂസിക് റൈറ്റ്സ് വിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പടത്തിൽ ഇത്ര പാട്ടുകൾ വേണം എന്നൊരു നിർബന്ധം അവർ പറയാൻ തുടങ്ങും. നമ്മളെല്ലാവരും ഈ അടുത്ത കാലത്ത് ബോളിവുഡിനെ വിമർശിച്ചത് പഴയ പാട്ടുകളെ റീമിക്സ് ചെയ്ത് കൊല്ലുന്നു, ഒരാവശ്യവുമില്ലാതെ സിനിമ ഡിമാൻഡ് ചെയ്യാത്ത പാട്ടുകൾ കുത്തിക്കയറ്റുന്നു എന്നതൊക്കെയായിരുന്നു. പക്ഷേ ഇതിന് പിന്നിലെ മറ്റൊരു കാരണം നിർമ്മാണത്തിന്റെ ലെവലിൽ ഒരുപക്ഷെ ഈ കോർപ്പറേറ്റ് നിർമ്മാണ കമ്പനി മ്യൂസിക് റൈറ്റ്സിന്റെ ഒരു പണം കണ്ടെത്താൻ വേണ്ടി ഏതെങ്കിലും പ്രധാനപ്പെട്ട മ്യൂസിക് ലേബലുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതിൽ ഇത്ര പാട്ടുകൾ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും, അത് പാടുന്ന ഗായകൻ ഇയാളായിരിക്കണം, മ്യൂസിക് ചെയ്യുന്നത് ഇയാളായിരിക്കണം എന്നൊക്കെ അവർ പറയും. അവസാനം ഒരു പാട്ടും ആവശ്യമില്ലാത്ത ത്രില്ലർ സിനിമയുടെ നടുക്കും അവസാനവും ഒക്കെ ഏതെങ്കിലും പഴയ ഹിറ്റ് പാട്ടിന്റെ DJ റീമിക്സ് കുത്തിക്കയറ്റും. സംവിധായകൻ കയ്യും കാലും പിടിച്ച് എന്റെ സിനിമയെ കൊല്ലല്ലേ എന്ന് പറഞ്ഞാലും നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായും ബിസിനസ് മാത്രമാണ്. തുടക്കത്തിൽ പറഞ്ഞ സിനിമ ഓണാകുന്നതിന് മുന്നേയുള്ള ഒരുപാട് പേജുകളുള്ള കോൺട്രാക്റ്റുകളിൽ എവിടെയെങ്കിലും ഉള്ള ക്ലോസ് കാരണം ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് യുദ്ധങ്ങളിൽ സംവിധായകർ പൊതുവെ തോറ്റുപോകാറുണ്ട്. ബോളിവുഡ് നേരിടുന്ന പ്രശ്നം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ നടൻ റാണ ദഗ്ഗുബട്ടി പറഞ്ഞ ഒരു കാര്യം ടൂ മച്ച് മണി എന്നതും ഒരു കുഴപ്പമാണ് എന്നാണ്. അതായത് സിനിമ ഉണ്ടാക്കാൻ അവിടെയുള്ള കോർപ്പറേറ്റുകൾ പണം കൊടുക്കുന്നതിൽ ഒരു ധാരാളിത്തം കാണിക്കുമ്പോൾ നടീനടന്മാർക്ക് സ്വന്തം ശമ്പളത്തിലേക്ക് ശ്രദ്ധ കൂടുതലാവുകയും സിനിമ രക്ഷപ്പെടുന്നുണ്ടോ എന്നതിലേക്കുള്ള ചിന്ത കുറയുകയും ചെയ്യും. 10 കോടി ഓപ്പണിംഗ് തരാൻ പറ്റാത്ത നടന്മാർ വരെ 40 കോടി പ്രതിഫലം ചോദിക്കുന്നു എന്നൊക്കെ കരൺ ജോഹർ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ലോക പോലെ ഒരു സിനിമ 30 കോടി അടുത്ത ബജറ്റിൽ ചെയ്തു എന്നത് അവിശ്വസനീയമായിട്ട് തോന്നുന്നു എന്നാണ് കരൺ ജോഹർ പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ബോളിവുഡിലെ ഏതെങ്കിലും ഒരു താരത്തിന്റെ ശമ്പളമോ അല്ലെങ്കിൽ ഹെയർ ആൻഡ് മേക്കപ്പിന്റെ ബഡ്ജറ്റ് മാത്രമോ അത്രയാകുമെന്നാണ്. ഒരു ഘട്ടത്തിൽ മലയാളം സിനിമയിൽ ചാനൽ റൈറ്റുകൾ വലിയ തുകയ്ക്ക് വിറ്റുപോയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ താരങ്ങൾ അവർ കൊണ്ടുവരുന്ന ചാനൽ റൈറ്റിന്റെ ഒരു സംഖ്യ അനുസരിച്ച് പ്രതിഫലം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ചാനലുകൾ സാറ്റലൈറ്റ് റൈറ്റ് ഗണ്യമായി കുറച്ചെങ്കിലും താരങ്ങളുടെ പ്രതിഫലത്തിൽ ആനുപാതികമായ കുറവ് വന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. സമാനമായ സാഹചര്യം OTT പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോഴും ഉണ്ടായിരുന്നു. OTT പ്ലാറ്റ്ഫോമുകൾ സിനിമകളെല്ലാം വാങ്ങുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പലരും പ്രതിഫലം കൂട്ടി. എന്നാൽ ഇന്ന് OTT ബിസിനസ് നടക്കാതെ സിനിമകൾ റിലീസ് ചെയ്യുന്ന സാഹചര്യമായിട്ടും താരങ്ങൾ പ്രതിഫലം കുറച്ചിട്ടില്ല എന്ന് പല നിർമ്മാതാക്കളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതിന്റെ അടുത്തൊരു വേവിന് തുടക്കം കുറിക്കാൻ ഒരുപക്ഷെ കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി സാധിക്കും. വലിയ തുക പ്രധാന താരങ്ങൾക്ക് കൊടുക്കാൻ അവർ തയ്യാറാവും. അതോടുകൂടി നമ്മുടെ ഇവിടെയുള്ള പരമ്പരാഗത നിർമ്മാതാക്കൾക്ക് അത്രയും വലിയ തുക കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സിനിമകളും നിർമ്മിക്കപ്പെടുന്നത് ഈ പറയുന്ന കോർപ്പറേറ്റ് കമ്പനികളായിരിക്കും എന്നൊരു അവസ്ഥ വരും. ഹോളിവുഡിലൊക്കെ
നമ്മൾ കേൾക്കുന്ന സ്റ്റുഡിയോയുടെ കൈകടത്തലുകൾ കാരണം സിനിമകൾ നശിച്ചുപോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ മലയാളം സിനിമയിലും വരും. കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മലയാളം സിനിമ കുറച്ചുകൂടി ചെലവ് കുറഞ്ഞ മേഖലയാണ്. ബോളിവുഡിൽ അവർ ഒരു സിനിമ എടുക്കുന്ന ബഡ്ജറ്റ് കൊണ്ട് അവർക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു 5 സിനിമ എടുക്കാൻ പറ്റും. ക്രിയേറ്റീവായ കാര്യങ്ങളിലുള്ള കൈകടത്തലുകൾ ഒരു പരിധിക്കപ്പുറം നടക്കില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവിടെയുള്ള നിർമ്മാതാക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് ക്രാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് തീർച്ചയായും ഗുണകരമാണ്. കോർപ്പറേറ്റുകൾ നിഷ്കർഷിക്കുന്ന കോൺട്രാക്റ്റും കാര്യങ്ങളും സിനിമകൾ അച്ചടക്കത്തോടെ പറഞ്ഞ സമയത്ത് പറഞ്ഞ ബജറ്റിൽ ചെയ്തു തീർക്കുക എന്ന് പറയുന്ന കാര്യത്തെ കൂടുതൽ നോർമലൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. പറഞ്ഞ ബജറ്റിന്റെ ഇരട്ടിയായി എന്നൊക്കെ പറയുന്ന അവസ്ഥ മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള വ്യക്തമായ കരാറും കാര്യങ്ങളും കൊണ്ടുവരുന്നത് സഹായിക്കും. മലയാള സിനിമ എന്ന അഭിമാനത്തോടെ പറയുന്ന, അതായത് ഞങ്ങളാണ് വളരെ വ്യത്യസ്തതയുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കുന്നത് എന്നൊരു അവസ്ഥ തുടരണമെങ്കിൽ നമ്മുടെ ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നിർമ്മാതാക്കൾ തുടരണം. അതിനർത്ഥം നിലവിൽ ഇവിടെയുള്ള നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള എല്ലാവരും പാവങ്ങളാണ് എന്നല്ല. കോർപ്പറേറ്റുകൾ മൊണോപ്പൊളി കൊണ്ടുവന്ന് സിനിമകളെ ഒരേ സ്വഭാവത്തിലുള്ളതാക്കുമെന്ന് പറയുന്നത് പോലെ നിലവിലെ നിർമ്മാതാക്കൾ അവരുടെ ഒരു ആധിപത്യം തുടരാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ മാസാവസാനം നഷ്ടക്കണക്കുകൾ പുറത്തുവിടുന്ന ഒരു പരിപാടി ചെയ്തത്. പ്രതിഷേധമുയരുകയും സംഘടനയിലുള്ള പ്രധാന നിർമ്മാതാക്കളുടെ പടത്തിന്റെ തന്നെ കണക്കുകൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ മാസാവസാന കലാപരിപാടി തനിയെ നിന്നു. അവിടെ അവർ ചെയ്യാൻ ശ്രമിച്ചത് ഞാനും അപ്പനും സുഭദ്രയും ഉത്സവം നടത്തിയാൽ മതി എന്നുള്ള തരം പരിപാടിയായിരുന്നു. പുതിയതായിട്ട് വരുന്ന നിർമ്മാതാക്കളെ ഭയപ്പെടുത്തുക, നിരുത്സാഹപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമായിരുന്നു അവർക്കുള്ളത്. പുതിയതായിട്ട് സംഘടനയിലേക്ക് വരാൻ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസർ ശ്രമിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, ഇവിടെയെല്ലാം നഷ്ടമാണ് എന്ന രീതിയിലാണ് അവർ ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 800-ന് മുകളിൽ സ്ക്രീനുകളുള്ള കേരള സംസ്ഥാനത്തിൽ 365 ദിവസവും 4-5 ഷോ സിനിമ കളിക്കണമെങ്കിൽ 5 കൊല്ലത്തിൽ ഒരു സിനിമയെടുത്ത് അസോസിയേഷന്റെ ഏതെങ്കിലും തലപ്പത്ത് കയറിയിരിക്കുന്ന കുറച്ചു പേർ മാത്രം വിചാരിച്ചാൽ അത് നടക്കില്ല. പുതിയതായിട്ടുള്ള നിർമ്മാതാക്കളും വരണം. ഇങ്ങോട്ട് വരല്ലേ ഇവിടെ മൊത്തം നഷ്ടമാണ് എന്ന് കരയുന്നതിനേക്കാൾ നല്ലത് ഒരു സിനിമയുടെ നിർമ്മാണത്തിൽ ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ, ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, ഷൂട്ട് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് കൂടാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്ക് വേണ്ടി വരുന്ന സമയം, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയിൽ തുടക്കത്തിലെ സ്വീകരിക്കേണ്ട നടപടികൾ മുതലായ കാര്യങ്ങൾ ഒരു പുതുമുഖ നിർമ്മാതാവിന് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. 5ഓളം സിനിമകൾക്ക് ശേഷം യോഡ്ലി ഫിലിംസ് മലയാളത്തിൽ പുതിയ സിനിമകൾ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. വലിയൊരു കോർപ്പറേറ്റ് കമ്പനി ഏതാണ്ട് പരിപാടി നിർത്തിപ്പോയിട്ടുള്ള, എത്ര ഹിറ്റുകൾ ഉണ്ടായാലും നഷ്ടമെന്ന് മാത്രം കരയുന്ന നിർമ്മാതാക്കളുടെ അസോസിയേഷനുള്ള ഒരു നാട്ടിലേക്കാണ് ഇന്ത്യയിലെ വളരെ വലിയ 2 നിർമ്മാണ കമ്പനികൾ വലിയ പ്ലാനുകളോടെ കടന്നു വരുന്നത്. ഇവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് സിനിമകൾ ഉണ്ടാക്കാൻ അവർക്കും അവരുമായി ഒത്തുപോയിക്കൊണ്ട് വലിയ ക്യാൻവാസിലുള്ള സിനിമകൾ ചെയ്യാൻ നമ്മുടെ ഇവിടെയുള്ള ഫിലിം മേക്കേഴ്സിനും സാധിക്കുമോ എന്നതിൽ ഒരുപക്ഷെ ഒരു വ്യക്തത നമുക്ക് ഈ വർഷം ഏതാണ്ട് അവസാനമാകുമ്പോഴേക്കും കിട്ടുമായിരിക്കും. മലയാള സിനിമയിലുള്ള കോർപ്പറേറ്റുകളുടെ വരവ് ഏത് രീതിയിൽ ഇൻഡസ്ട്രിയെ ബാധിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായം കമന്റിൽ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്